ഈശോയിൽ പ്രിയപ്പെട്ട സൗരങ്ങളെ, പരിശുദ്ധ അമ്മ പറഞ്ഞ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നൊരു വാക്യമായിരിക്കും ലൂക്ക 1:38. പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. നമ്മൾ ഈ രാത്രി ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ആത്മീയ ഹോംവർക്ക് നമ്മൾ ചെയ്യാൻ പോവാണ്. പരിശുദ്ധ അമ്മ സറണ്ടർ ചെയ്തതുപോലെ ഒന്ന് ഈശോയുടെ കരങ്ങളിലേക്ക്, ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്യുക, വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായ കാര്യങ്ങളുണ്ടായി, നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് കൂടിയ കൂട്ടത്തില്ല എന്ന് തോന്നിപ്പോയ ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച ഈ പ്രശ്നം മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഭാരമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ, ഈ ടെൻഷനൊക്കെ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശാന്തമാകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? സിമ്പിളായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് അതങ്ങ് വിട്ടുകൊടുക്കുക ഇന്ന് രാത്രി. നാളെ നമുക്ക് നോക്കാം, നാളെ കർത്താവ് വഴി നടത്തിക്കോളും. ഇന്ന് രാത്രി കുഞ്ഞ് ശാന്തമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ ഈശോയുടെ കുഞ്ഞ് പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നൊരു വഴിയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ പോലെ ഈശോയുടെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഇത് വിട്ടുകൊടുക്കുക, ശാന്തമായിട്ട് കിടന്നുറങ്ങുക. പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കിങ്ങനെയല്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാന്നൊക്കെ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ജപമാല തരികയാണ്, ഇന്നാ പിടിച്ചോ എന്ന് പറയുന്ന പോലെ, ഇതാ യു ഡു വാട്ട് എവർ യു വാണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണേലും ചെയ്തോ എന്നുള്ള ഒരു വർത്തമാനമാണ് പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ കൊടുക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, ഇന്ന് എനിക്ക് ഇതൊന്നും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, ഇന്ന് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ഒത്തിരി ടെൻഷനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഇന്നത്തെ ഒരു ദിവസമായിട്ടൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലടോ. നമ്മൾ ഇന്ന് തീർക്കണം എന്നാണ് വിചാരിച്ച ഈ കാര്യം, പക്ഷെ പറ്റിയില്ല. എന്നാ ചെയ്യും? നാളെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമായിരിക്കും. നാളെ ആളുകൾ ചോദ്യം ചെയ്യും, നിന്നെ ഇത് ഏൽപ്പിച്ചിട്ട് നീ എന്നാ ചെയ്യാഞ്ഞേ? നമുക്ക് പറയാൻ പറ്റുമോ? ദൈവം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ, എനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റാഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ എൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ്, എനിക്ക് ഇച്ചിരി ടൈം കുറവായിരുന്നു. ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ കേൾക്കാനൊന്നും അവരൊന്നും നിന്ന് തരത്തില്ല. നാളെ ചിലപ്പോൾ മുട്ടക്കാട്ടം വഴക്ക് കേൾക്കുമ്പോൾ തന്നെ ടെൻഷൻ വരുന്നുണ്ടല്ലേ. ചിലപ്പോൾ അത് മനസ്സിലാക്കുക പോലും ഇല്ല. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് നല്ലപോലെ പണിയെടുത്ത് കാണും, നന്നായിട്ട് പഠിച്ചു കാണും, പക്ഷേ എന്തോ അവരുദ്ദേശിച്ച രീതിയിൽ, നിങ്ങളെ ഇത് ഏൽപ്പിച്ച ആളുകളിൽ ഉദ്ദേശിച്ച രീതി കാര്യം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്ന് രാത്രി സാരമില്ലെന്നല്ല പറയണത്, ഇത് സറണ്ടർ ചെയ്യാനാണ് പറയണത്. കുഴപ്പമില്ലെന്നല്ല പറയണത്, ഈശോയുടെ കയ്യിലോട്ട് ഇത് കൊടുക്കാനാണ് പറയണത്. ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് ടോട്ടൽ സറണ്ടർ ചെയ്യും. കർത്താവെ എടുത്ത് ഉപയോഗിക്കട്ടെ. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷത്തിലൂടെയൊക്കെയാണ് സഭ നമ്മളെ ഈ വർഷം മുന്നോട്ട് നയിക്കുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ ഇതെന്ന് പറഞ്ഞിങ്ങനെ ഒരു എന്താ പറയുക, ഒരു തർക്കമൊക്കെ ഉണ്ട്, അത് ശരിക്കും ഫ്രാൻസിസ് അസീസി എഴുതിയതാണോ എന്നൊക്കെ. പക്ഷേ നമ്മൾ ഇത്രയും കാലം കേട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഫ്രാൻസിസ് അസീസിയുടെ സുന്ദരമായ ഒരു പ്രാർത്ഥനയില്ലേ, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യു പീസ്. കർത്താവെ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ എന്ന്. മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ്, ഒരു ടൂള്, എന്നെ എങ്ങ് നീ എടുത്ത് ഉപയോഗിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് അസീസി ഇങ്ങനെ വിട്ടുകൊടുക്കുന്നുണ്ട് അല്ലേ. പരിശുദ്ധമ്മ ഇങ്ങനെ സറണ്ടർ ചെയ്ത പോലെ തന്നെ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്, എന്നെ കർത്താവെ നീ എടുത്ത് ഉപയോഗിച്ചോ. എന്തോരം വിശുദ്ധരാണ് അങ്ങനെയൊക്കെ കാണിച്ചു തരിക. ഈ ഇഗ്നേഷ്യസ് ലോയോള, സഭയുടെ വലിയ വലിയ ചിന്തകൻ ഒരാളാണ്. ഇഗ്നേഷ്യസ് ലോയോള പറയുന്ന ഒരു കാര്യമുണ്ട്, സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്താണ്, ടേക്ക് ലോർഡ്, കർത്താവെ എടുത്തോ, കർത്താവെ എടുത്തോ, എന്നെ എടുത്തോ. ഒരു കുഞ്ഞു വാവ ഇന്നാ പിടിച്ചോ എന്നൊക്കെ പറയുന്നത് പോലെ ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട്, നമുക്ക് നമ്മളെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ മുമ്പിൽ സങ്കടപ്പെട്ടുകൊണ്ട് മാത്രമല്ല, കർത്താവ് ഇന്ന് ഞാൻ ഇത്രയും ചെയ്തു, എന്നാലും ഇത് ഇനിയും അനുഗ്രഹമാക്കി മാറ്റാൻ നിനക്ക് പറ്റും, ടേക്ക് ലോർഡ്, നീ ഇതെടുത്തോ, എൻ്റെ ജീവിതം മുഴുവൻ നീ എടുത്തോ എന്ന് ഇഗ്നേഷ്യസ് ലോയോള പറയാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ രണ്ടുപേര് പറയുന്നത്, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട തെരേസ, ആവിലയിലെ അമ്മ തെരേസ അല്ല, കൊച്ചു തെരേസ പുണ്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ ഒരു കളിപ്പന്ത് പോലെയാണ്, കർത്താവ് തോന്നുമ്പോൾ എറിയട്ടെ, കർത്താവ് തോന്നുമ്പോൾ കൈ പിടിക്കട്ടെ, കർത്താവ് തോന്നുമ്പോൾ തൊഴിക്കട്ടെ, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു പന്ത് പോലെയാണെന്നൊക്കെ. നമ്മുടെ പ്രിയപ്പെട്ട മദർ തെരേസ പറയുന്ന ഒരു കാര്യമില്ലേ, ഈശോയുടെ കരങ്ങളിലെ ഒരു പെൻസിൽ പോലെയാണ് ഞാൻ, ഇടയ്ക്ക് കൂർപ്പിക്കും, ഇടയ്ക്ക് മൊനയൊടിയും, എന്നാലും നന്നായിട്ട് ഈശോ എഴുതിക്കോളും എൻ്റെ ജീവിതം കൊണ്ട് എന്നൊക്കെയാണ് പറയുക. നമുക്കിത് പറ്റണം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചുമ്മാ ഒരു കുഞ്ഞു പ്രാർത്ഥന നടത്തിക്കേ. ഇഗ്നേഷ്യസ് ലോയോള പ്രാർത്ഥിച്ച പോലെ, ടേക്ക് ലോർഡ്, ഈശോയെ എന്നെ എടുത്തോ. അമ്മ തെരേസ അല്ല, ഇവിടെ കൊച്ചു തെരേസയായും ഇവിടെ മദർ തെരേസയൊക്കെ പ്രാർത്ഥിച്ച പോലെ, ഒരു പെൻസിൽ പോലെ, ഒരു പന്ത് പോലെ ഈശോ എന്നെ എടുത്ത് ഉപയോഗിക്കും. അസീസി പുണ്യാളം പ്രാർത്ഥിച്ച പോലെ, എന്നെ അങ്ങയുടെ ഒരു ഉപകരണമാക്കി മാറ്റി, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ഇന്നിങ്ങ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു കേട്ടോ. ടേക്ക് ലോർഡ്, എന്നെ എടുത്തോ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവ് നിങ്ങൾ എടുത്തോളൂ. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ മാധ്യസ്ഥം നിങ്ങളെ സഹായിക്കട്ടെ. അമ്മ സറണ്ടർ ചെയ്തതുപോലെ എല്ലാ സറണ്ടർ ചെയ്യാനുള്ള ഒരു കൃപ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.